അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ സെപ്റ്റംബർ 26-ാം തീയതി തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി അവർക്കൊരു വിവാഹ വേദി ഒരുക്കി കൊടുക്കുകയാണ് നമ്മൾ. അവിടെ വന്ന് കണ്ടെത്തിയിട്ട് അവർ ഈ 4 ചുമരുക്കുള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന അവർക്കുമുള്ളൊരു ജീവിതം, അതിനൊരു അവസരം തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റ് സെപ്റ്റംബർ 26-ാം തീയതി മലപ്പുറം ജില്ലയിലെ താനൂർ അറബ്യൻ പ്ലാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. അപ്പോൾ അത് രജിസ്റ്ററിൽ നമ്മൾ 3000 ആളുകൾ മൊത്തത്തിൽ പങ്കെടുത്തതിൽ അവിടെ നിന്ന് 125 വിവാഹങ്ങൾ അവിടെ നിന്ന് സെറ്റായി. അതിൽ പകുതിയിലേറെ കല്യാണങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ റംലാനിലെ ഒരു ടീമിൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഒരുപാട്. അതിൻ്റെ വിജയത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ആ ഒന്നാം സംഗമം വിജയിച്ചതിനാണ് അതിലൊരുപാട് ആളുകൾ നിരാശപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്കും ആയില്ലല്ലോ, കല്യാണം ശരിയായില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അവർ നിരന്തരം ഇങ്ങനെ വിളിക്കുന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ 2ാം ഭിന്നശേഷി സംഗമം ഈ വരുന്ന 2024 ഏപ്രിൽ 30-ാം തീയതി മലപ്പുറം ജില്ലയിലെ തിരൂർ തലക്കടത്തിലെ സെഫിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മൾ നടക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ട്. ഒരു വീഡിയോ പുറത്തും വിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളായിട്ടാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ, കാരണം അവർക്ക് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുക എന്നുള്ളൊരു അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ തന്നെ അതിൻ്റെ കീഴിലൊക്കെ ഒരുപാട് ആളുകൾ ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരു 10-50ഓളം രജിസ്ട്രേഷൻ ഇപ്പോൾ തന്നെ ആയിരുന്നു. മിനിഞ്ഞാന്നാണ് തുടങ്ങിയത്. ഇപ്പോൾ തന്നെ ഉണ്ടായിട്ട്. അപ്പോൾ ഈ 5 ജില്ലകൾ കേന്ദ്രീകരിക്കുകയാണെങ്കിലും മറ്റുള്ള ആരാണ് നമുക്ക് ഏത് ജില്ലയിൽ നിന്ന് ഞങ്ങൾക്കും വേണം കല്യാണം എന്ന് പറയുമ്പോൾ അവർക്കും നമ്മൾ അവസരം കൊടുക്കുന്നുണ്ട്. ആരെയും നിരാശപ്പെടുത്തുന്നില്ല. എല്ലാവർക്കും ഭിന്നശേഷിക്കാരായ എല്ലാവരും, പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് ഈ ഭിന്നശേഷി സംഘടനയിലെ സംസ്ഥാന നേതാക്കന്മാരടക്കം എല്ലാവരും പങ്കെടുക്കുന്ന പരിപാടിയാണിത്. അപ്പോൾ അതിൻ്റെ കീഴിൽ തന്നെ ഇവിടെ പോകുന്നത് ഞങ്ങൾ ഡ്രസ് ബാങ്കാണിത്. ഇത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. നമ്മളെ വീട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലിരിക്കുന്ന അലമറയിരിക്കുന്ന ആ ഡ്രസ്സ് നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ പാവപ്പെട്ട എത്തിമക്കൾ, പിന്നെ പാവപ്പെട്ടവർക്ക് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ രോഗികൾക്ക് വീൽ ചെയർ, മരുന്ന്, അങ്ങനെ ഡയാലിസിനുള്ളത്, പിന്നെ വീട് പണിക്കുമായിട്ട് എന്തൊക്കെയോ ചാരിറ്റി മേഖലയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഭിന്നശേഷിക്കാർക്ക് അല്ലാത്തവർക്കും ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഈ വിവാഹം ഇത് ഭിന്നശേഷിക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഏതൊക്കെ ജില്ലയിൽ നിന്ന്? അത് ഭിന്നശേഷിക്കാർക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരു കുഴപ്പമില്ലാത്ത ഒരു ആണാണ് വരുന്നത്. എനിക്ക് ഭിന്നശേഷിയായ ഒരു കുട്ടിനെ കല്യാണം കഴിക്കുന്നതാണ്. അതിന് നമ്മൾ സപ്പോർട്ടാണ്. അവരുടെ ആ മനസ്സാണല്ലോ, വലിയൊരു മനസ്സാണല്ലോ എനിക്കൊരു ഭിന്നശേഷിയായ കുട്ടീനെ അവർക്കൊരു ജീവിതം കൊടുക്കുക എന്നുള്ളത്. അതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ തിരൂരിൽ തന്നെ ഒരു ടീച്ചറെ കല്യാണം കഴിച്ചൊരു ഭിന്നശേഷിയായ കുട്ടിയാണ്. അപ്പോൾ അവിടെ അന്നത്തെ പ്രോഗ്രാമിനൊക്കെ വന്നിരുന്നു. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ പല ആളുകളും എല്ലാവരും വന്ന് സപ്പോർട്ടുകളുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ പിന്നെ അതേമാതിരി തന്നെ ഇവിടെ വിഷുവിന് പിന്നെ അമ്മമാർക്കുള്ള സെറ്റ് സാരി കഴിഞ്ഞ താനൂർ CI ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ വിഷുവിന് കൊടുത്തത്. അങ്ങനെ റമദാനിന് ഇപ്പോൾ ഈ റമദാനിന് ഒരുപാട് പാവങ്ങൾക്ക് ഭക്ഷണ കിറ്റ് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ജനങ്ങളിലേക്ക് നമ്മൾ ഇതിനായിട്ടൊരു ഫണ്ടോ തണൽമരം ചാരിറ്റിക്ക് വേറൊരു ഫണ്ടോ വിദേശ ഫണ്ടോ ഒന്നുമില്ല. കാരണം പാവപ്പെട്ട അന്നാന്ന് കൂലിവേല ചെയ്യുന്ന അവിടേക്ക് 50-100 തന്നിട്ട് ആ ഫണ്ട് കൊണ്ടാണ് ഈ പരിപാടിയൊക്കെ നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഈ വിവാഹം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്വർണ്ണങ്ങളൊക്കെ ആവശ്യം വരും. അതെ, ഇപ്പോൾ കല്യാണത്തിന്. അപ്പോൾ എന്തൊക്കെ ചെലവുകൾ വഹിക്കും ഇപ്പം നമ്മൾ അവർക്ക് കാണാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ്. ഇപ്പം നമ്മൾ സ്റ്റേജിലേക്ക് ആ കുട്ടീനെ വിളിക്കും. ഒരു ആൺകുട്ടി ചിലപ്പോൾ കുട്ടിയെ വിളിക്കും. ആ കുട്ടി പറയും, എൻ്റെ പേര് ഇന്നതാണ്, ഞാൻ ഇന്ന ജില്ലയിലുള്ളതാണ്, ഞാൻ ഇത്ര വിദ്യാഭ്യാസം ഉണ്ട്, ഇത്ര വരെ പഠിച്ചിട്ടുണ്ട്, പിന്നെ എനിക്ക് ഇന്ന ഭിന്നശേഷി കുറവാണെന്ന്. അപ്പോൾ താഴെയുള്ള ഒരാൾ അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് വരും. അങ്ങനെ ഒരു വേദി അവർക്ക് ഉണ്ടാക്കുന്നത്. അവർ കുടുംബത്തിൽ പോയിട്ട് കല്യാണം കഴിക്കാം. ഈ വളരെ പാവപ്പെട്ട ആളുകളാണ് കല്യാണം കഴിക്കാനൊന്നും പാകില്ല, ഒരു പവന് സ്വർണം കൊടുക്കാൻ പാകില്ലെങ്കിൽ അത് തണൽമരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു പവനോ അവർക്ക് ഡ്രസ്സോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു അജണ്ടയിൽ നമുക്കുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഈ 2ാമത്തത് ഈ ആ ഒരു വിജയത്തിന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടവർ അങ്ങനെ അതിനുശേഷമാണ് ഈ കല്യാണം നടക്കൽ. ഇങ്ങനെ ഒരു ഒരുമിച്ചായിരിക്കും. അത് എവിടെ വെച്ചിട്ട് എങ്ങനെയാണ്? അത് അവരെ വീട്ടിൽ വെച്ചെടുത്തും. ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ 3-4 ആളുകൾ പാവപ്പെട്ടവരുണ്ടെങ്കിൽ നമ്മളൊരു ഓഡിറ്റോറിയം എത്തിച്ച് നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. പാവപ്പെട്ട ആളുകളാണ് അവർക്ക്. ഇപ്പോൾ ഇതിൽ ഈ ഭിന്നശേഷിക്കാരെ സമ്പന്നരുണ്ട്, വളരെ പാവപ്പെട്ടവരുണ്ട്, ഗതിയില്ലാത്തവരൊക്കെ ഉണ്ട്. ഈ ഗതിയില്ലാത്തവർക്ക് നമ്മളിവിടെ ഈ കല്യാണത്തിനൊക്കെ അരി കൊടുക്കുന്നുണ്ട്. ഓരോരോ കിൻഡൽ അരി നമ്മൾ പാവപ്പെട്ട ആളുകൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളായിട്ട് ഏത് ജില്ല എന്നില്ല, കേരളത്തിന് പുറത്തുനിന്ന് നമ്മൾ ഈ ഡ്രസ്സിന് വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വരെ ഡ്രസ്സിന് വന്നിട്ടുണ്ട്.
ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എവിടുന്ന് നമ്മൾക്ക് നമ്മൾക്ക് ഫണ്ട് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അവരുടെ മനുഷ്യ സാഹചര്യമാണ് നമ്മൾ നോക്കുന്നത്. പാവപ്പെട്ട ആളുകൾ എവിടെ ആയാലും ഇത് അത് ദൈവം കിട്ടുമല്ലോ അതിൻ്റെ പ്രതിഫലം എവിടെ കിട്ടുകയാണെങ്കിൽ. അപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ 3 നമ്പർ സോഷ്യൽ മീഡിയയിൽ വിട്ടിട്ടുണ്ട്. ആ 3 നമ്പറിൽ നിങ്ങൾ വിളിക്കുക, നിങ്ങളുടെ ജില്ലയും നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പരിപാടിൻ്റെ 15 ദിവസം മുന്നേ നിങ്ങൾക്ക് അങ്ങോട്ട് ഞങ്ങൾ വിളിക്കും, നിങ്ങൾ വരുമോ ഇല്ലെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. അതാണ് അങ്ങനെ സംഭവം ചെയ്യണം. പിന്നെ അങ്ങനെ വിളിച്ച് ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ട് പിന്നെ എത്രാം തീയതി? ഏപ്രിൽ 30-ാം തീയതി രാവിലെ 9 മണിക്ക് സഫിയ ഓഡിറ്റോറിയത്തിലെത്തുക. 5 മണി വരെ പ്രോഗ്രാം ഉണ്ടാവും. ഈ പരിപാടിക്ക് പ്രഗത്ഭരായ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ട് സിനിമാതാരം മുതലിച്ചിട്ട് കേരളത്തിലെ ഈ ജീവകാരുണ്യ പ്രവർത്തകർ, മനുഷ്യാവകാശത്തിൽ പ്രവർത്തിക്കുന്നത്, സാമൂഹിക സാംസ്കാരികയിൽ പ്രവർത്തിക്കുന്നവർ, MLA മാർ, മന്ത്രിമാരെല്ലാവരും പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ്. കാരണം 1-ാം ഭിന്നശേഷി സംഘം വിജയത്തിൻ്റെ മുന്നോടി 2-ാം ഭിന്നശേഷി സംഘം നമ്മൾ നടത്തുന്നത് കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു ആദ്യമായിട്ടായിരിക്കും. ഒന്ന് നമ്മൾ വേറെ ടീം വയനാടൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെ ശേഷമാണ് നമ്മൾ മലപ്പുറം ജില്ലയിൽ താനൂർ എന്നത് വലിയൊരു വിജയം. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടുണ്ടാവും. 125 വിവാഹം തന്നെ അവിടെ നടന്ന് അവർ ഉറപ്പ് നിലയിലായി. 125 വിവാഹങ്ങൾ. പിന്നെ അതിൽ 3000 ആളുകളാണ് കേരളത്തിൽ നിന്ന് പങ്കെടുത്തത്, 14 ജില്ലകൾ പങ്കെടുത്തത്. പക്ഷെ അതൊക്കെ വളരെ നിരാശ. ഞങ്ങൾക്കും ആയില്ലല്ലോ, ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഞങ്ങൾ തിരുവനന്തപുരത്തൊന്നും കാസർഗോഡ് ഞങ്ങൾക്ക് ആയില്ലല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഇനിയും ഞങ്ങൾ അടുത്തത് വെക്കും എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതാ അടുത്താണ് മലപ്പുറം ജില്ലയിൽ. ഇനി ഇതിവിടെ നമ്മൾ ഈ മലപ്പുറം ജില്ലയിൽ ഇവിടെ അവസാനിക്കുന്നില്ല. ഓരോ ജില്ലകളിലും ഈ ഒരു പ്രോഗ്രാം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ മലപ്പുറം ജില്ലയിലാണ്, ഇനി അടുത്ത് തൃശ്ശൂർ, അങ്ങനെ പാലക്കാട്, തിരുവനന്തപുരം, ഓരോ ജില്ലയിലേക്ക് നമ്മളിത് മാറിക്കൊണ്ടിരിക്കും.